എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് ശിവരാത്രിയാണ്. ശിവരാത്രി ആയപ്പോൾ ഞാൻ ഇന്ന് ബീഹാർ ബോർഡറിലുള്ള ഒരു ഗ്രാമീണ ശിവൻ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ പൂർണ്ണമായിട്ടും ഗ്രാമീണരാണുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന വഴികളും അതേപോലെ ഗ്രാമീണ പ്രദേശമാണ്. കുറേ നാൾക്ക് ശേഷം യൂട്യൂബിൽ വീഡിയോ ഇരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒന്ന് ഫ്രഷായി. എന്തോ ഒരു മനസ്സിനൊരു പ്രത്യേക സുഖമുള്ളതുകൊണ്ട് ഇന്നൊരു വീഡിയോ കിട്ടി നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം ജമ്മു കാശ്മീരല്ല, ജാർഖണ്ഡ് ബീഹാർ ബോർഡറിലുള്ള പ്ലാമൂ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. കാണ്ട കുറച്ച് ഒരു ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ് ഫുള്ളും. ഈ കാണുന്നത് മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലെ വയലുകളും കൃഷി കഴിഞ്ഞ വയലുകളാണ്. ഞാൻ വന്ന വഴികളാണെങ്കിൽ പോലും അത്ര മനോഹരമാണ് ഗേസ്. കുറേ നാളെ ശേഷം നല്ല ഫ്രഷ് മൈൻഡോടുകൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും കാണാൻ സന്തോഷിക്കുക. പവർ വരട്ടെ പവർ. ഇനിയും എല്ലാവരും സപ്പോർട്ട് തരികയാണെങ്കിൽ പഴയതുപോലെ വീഡിയോ വീണ്ടും ഞാൻ ഇടും. മുഖത്തിങ്ങനെ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേ മഞ്ഞ പ്രകാശം അടിക്കുന്ന പറഞ്ഞ മുഖത്ത് വെയിലടിച്ചിട്ട് അമ്പലം എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലം അടുത്തായിരിക്കും, ഏകദേശം ഞാനിപ്പം ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് ഏകദേശം 1 കിലോമീറ്റർ എത്തി. 1/2 കിലോമീറ്ററുള്ള അമ്പലം കണ്ടുപിടിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം നമുക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വഴി. ഇത് വഴിയാണ്. ആ സൈഡ് മുഴുവൻ വയലാണ്. കൊയ്ത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന നെല്ലുകളും ഉണ്ട്. അതേപോലെ മസ്റ്റേർഡ് ഓയിൽ അഥവാ കടുകെണ്ണയ്ക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. പിന്നെ ഏകദേശം കാണാൻ മലയുടെ നടുക്കാണ് അമ്പലമുള്ളത്. വന്ന വഴി ഉണ്ടല്ലോ, വീടോ ആളുകളോ ആരുമില്ല, വിജനമായ പ്രദേശമാണ്. പിന്നെ ഒന്ന് വിശ്വസിക്കും, നമ്മളെ നാട്ടിലെ പോലെ പീഡിപ്പിക്കാനാ തട്ടിക്കൊണ്ട് പോകാനൊന്നും ആരുമില്ല. ഇപ്പോൾ ലേഡി ആണെങ്കിൽ ആണാണെങ്കിൽ. കാരണം ഇവിടെ ഗ്രാമീണരായതുകൊണ്ട് അവരെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവർ ഒരു വീട്ടിൽ 6, 7, 8, 9 മക്കളാണുള്ളത്. അപ്പോൾ അവർ 9 പേരും കൂടെ രാവിലെ ജോലിക്ക് അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ വീട് എന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം അവർ ആ രീതിക്കാണ് ജീവിക്കണം. എങ്ങനെ ജീവിക്കണമെന്നല്ല, ആ ഉള്ളിലുണ്ടാവുന്ന സന്തോഷവും അവരിലുള്ള ആ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ വളരെ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. വാവ്, കണ്ണിൽ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലുള്ള കിങ് ഫിഷർ. കീടിയിലെ സാധനം. ഇത്രയും സൂം ചെയ്ത് എൻ്റെ ഫോൺ കയ്യിരിക്കുന്നത് സാധാ ഒരു ഫോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ പറഞ്ഞത്. മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ ഗ്രാമപ്രദേശങ്ങളിലെ വയലുകൾ കഴിഞ്ഞ് അടുത്തൊരു ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ടാണ് നയിക്കണം. ആ കാണുന്ന ടവർ കാണുന്നുണ്ടോ? ആ ടവറിൻ്റെ അവിടെ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഓഫീസ് അവിടെ നിന്നായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗൈസ്. പിന്നെ പറഞ്ഞു പോകുമ്പോൾ അങ്ങ് പറയും ഞങ്ങളാണെന്നൊക്കെ. ഒരു രസം. ഇവിടെ കൃഷിക്ക് വേണ്ടി ഇവർ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. കൃഷി സമയങ്ങളിൽ ഇവർ മോട്ടറിൽ പമ്പിൽ വെള്ളം അടിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അതിനുശേഷം വയലിലോട്ട് ചാലി വെട്ടി വെള്ളം ഇറക്കും. ഇപ്പം കണ്ടു, ഇപ്പം നെൽപ്പാടം കൃഷി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രൂപമാണ് ഇവിടെ. വെയിലാണ്, ഇപ്പം തണുപ്പ് കാലം മാറിയിട്ടുണ്ട്. രാവിലെ വെയിലാണ്, രാത്രി തണുപ്പാണ്. അതേപോലെ എനിക്കൊരു സംശയം, 2 വഴി കിടക്കുന്നു. ഒരു വഴി ബോർഡറാണ്, ബോർഡർ ലൈൻ അടിച്ചിട്ടുണ്ട്. ആർമിയുടെ ബോർഡർ ലൈനാണ്. അപ്പുറത്ത് കാണാൻ മഞ്ഞ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റൂല, കാരണം ഇതിപ്പം ബീഹാർ UP ബോർഡറാണ് പറഞ്ഞത്. ജാർഖണ്ഡിൻ്റെ നടുക്കാണെങ്കിലും ബീഹാർ UP ബോർഡറാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ പോകാനുള്ള വഴി എങ്ങനെയെന്ന് ചോദിക്കുക, ഇവിടെ ആരെയും കാണാനില്ല. അങ്ങ് അതോ ഇരുന്ന ഒരു പ്രായമുള്ള ഒരാൾ നടന്നു വരുന്നുണ്ട് അങ്ങന്ന്, ഏകദേശം 1/2 കിലോമീറ്റർ. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പറഞ്ഞ് ഈ വഴി തന്നെയാണ്. ഞാൻ ചോദിച്ചു പറഞ്ഞു ഇതുവഴി നേരെ പൊക്കോളം പറഞ്ഞു. എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ തിരിയണം. ഇത് മണ്ണിട്ട് നിമത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ നാട് പോലെ ഞാൻ കണ്ടു. എനിക്കിപ്പോൾ ഒരു സന്തോഷമുണ്ട്, കാരണം ഒരു രസം. ഞാൻ പിന്നെ എൻ്റെ യാത്രകളെല്ലാം ഒറ്റയ്ക്കാണ്. ഞാൻ ജോലി സംബന്ധമായ സ്ഥലങ്ങളിലോട്ട് എത്തുമ്പോൾ ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. കൂടെയുള്ള 2 പേര് ഇവിടെ ഉള്ളവരാണ്. അവന്മാർക്ക് ഈ യാത്ര ചെയ്യാൻ ഇത് കാരണം എന്താണ്, അവരുടെ ജീവിതസാഹചര്യം ഇതാണല്ലോ. കിലോമീറ്ററോളം നടന്നും കണ്ടും മടുത്ത് കിടക്കണോണ്ട് അവർക്കിതൊരു പുതുമയൊന്നുമല്ല. അപ്പം നമ്മളെപ്പോലുള്ളവർ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഞാൻ വന്നത് കാണുമ്പോൾ എനിക്കൊരു പുതുമയാണ്, എനിക്കൊരു സന്തോഷമാണ്. ഫുള്ള് ഇലകൾ കൊഴിഞ്ഞിട്ട് നിൽക്കുന്ന നിപ്പ് പോവുകയാണ്. നമ്മളെ മുത്തശ്ശി മാവ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മുത്തശ്ശി മരം. എന്താ ഭംഗി. അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് തോന്നുന്നത് കേട്ടോ. റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. അമ്പലം വലിയ അമ്പലങ്ങളൊന്നും അല്ല ഇവിടുത്തെ. ഞാൻ അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് വീഡിയോ നേരത്തെ എടുക്കാൻ പറ്റിയില്ല, നടന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടോ, 2 സൈഡും കാടാണോ വയലാണെന്ന് അറിയില്ല. കാട്. ഈ അമ്പലത്തിന് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട് ഗൈസ് എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിരുന്ന ഒരാളാണ്, പ്രായമുള്ള ഒരാളാണ്. ഇവിടെ എന്ത് പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം.
എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രത്യേകത ഇവന്മാർ ഇവിടെ ബാത്റൂം ഉണ്ടാക്കാനുള്ള ആവശ്യം പോലെ സ്ഥലം ഉണ്ടെങ്കിലും ബാത്റൂമിൽ പോകാനൊന്നും ഇവിടെ ആർക്കും താല്പര്യം. എല്ലാം വിളയിൽ രാവിലെ എണീക്കണം, ഒരു കുപ്പി മിനറൽ വാട്ടർ വെള്ളം എടുക്കണം, വെള്ളയിൽ പോകണം. ഈ മൈനന്മാർ ഇവിടെ അത്രയും തൂറി വാരി ഇട്ടിട്ടുണ്ട് കേസ്. അതും ഒരു വളരെ ഒരു ഒരു വൃത്തികേടാണ് മായിരി. നമ്മൾ താണ്ടെ ഇത്രയും ടെറൈനിലൂടെ ഇങ്ങനെ നടന്ന് മന്ദിരത്തിൽ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അമ്പലമാണ് നേരെ കാണുന്നത്, അമ്പലമാണ്. ഇനി പോകാനുള്ള വഴി ഇത് കടുകാണ് കേട്ടോ ഗൈസ്. നമ്മുടെ നാട്ടിൽ കണ്ട് കാണുന്ന വഴിയില്ല, ഇത് കടുകാണ്, കടുകെണ്ണയാണ്. ഇതിൻ്റെ കടുകെണ്ണയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളെ നാട്ടിലെ തേങ്ങ നാരികൽ തേല് വാച്ചേ നമ്മളെ വെളിച്ചെണ്ണ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം തണുപ്പടിച്ച് കട്ട പിടിച്ച് 2 ദിവസം ചൂട് ആക്കിയെടുത്ത ആയി വരും. അപ്പോൾ ഇവരെ ക്ലൈമറ്റിന് പറ്റിയത് ഈ എണ്ണയാണ്. അമ്പലത്തിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വയലെ കണ്ട കേസ്. അപ്പം നമ്മൾ കാണുന്നതാണ് ശിവക്ഷേത്രം. ഇവിടുത്തെ ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് ചെറിയ ശിവരാത്രി ആണ്ട് എല്ലാ ഉത്സവം പോലെയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കുളമാണ്. നമ്മളവിടെ പോലെ കുളിക്കാനുള്ള ഒരു കുളം. എല്ലാവരും കുളിച്ചാണ് അമ്പലത്തിൽ പോകണം. കരിമ്പുണ്ട്, എല്ലാം ഉണ്ട്. ഹലോ ഗൈസ്, അപ്പം അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയ വഴിയല്ല, ഇത് വേറെ വഴിയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് കഴിഞ്ഞാൽ ഇവിടെ വിഗ്രഹാരാധന നടത്തുന്നത് സ്ത്രീകളും പുരുഷന്മാരും അമ്പലത്തിനുള്ളിൽ കയറി അവർ കൊണ്ടുവരുന്ന പൂക്കളും അവർ കൊണ്ടുവരുന്ന ജലവും വെച്ചാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ VIP പാസ് എടുത്ത് VIPകൾ ഒരു സൈഡിൽ, അല്ലാത്തവർ താഴെ മേളിൽ, അങ്ങനെ കുറേ സിസ്റ്റം ഉണ്ട്. ഹലോ ഗേസ്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് നേരം നല്ലൊരു മരം കണ്ടപ്പോൾ എൻ്റെ മൂട്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇപ്പോൾ മരം കാണിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് ബ്ലറായി കാണുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് മരമാണല്ലോ വലുത്. ഇത്രയും വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ചിലപ്പോൾ ബുദ്ധനായാലോ, അതൊന്നും കൊണ്ടല്ല, എനിക്കൊന്നേ പറയാനുള്ളൂ ഗേസ്. ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ നിത്യം അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നുമല്ല, എങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലെല്ലാം ചില നേരത്ത് ഇപ്പോൾ കണ്ടില്ല, അയ്യപ്പൻ്റെ മുതൽ കട്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം. കേരളം എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് മുന്നിലാണ്. ഈ ക്ഷേത്ര കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അയ്യപ്പൻ്റെ മുതൽ കെട്ട്, ഒരാൾ സംഭാവന കൊടുത്തതിനെ മോട്ടിച്ച്, അയ്യപ്പൻ്റെ മുതൽ എന്ന് പറയുമ്പോൾ അയ്യപ്പൻ വാങ്ങിച്ചു വെച്ചതല്ല, അയ്യപ്പനോടുള്ള ആഗ്രഹം കൊണ്ട് ആരെങ്കിലും നേർച്ച ചേർന്നായിരിക്കും, അത് മോഷ്ടിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഈ VIP പാസ് അങ്ങനെ ഇവിടെ ചെന്നപ്പോൾ കണ്ടതെന്ന് കഴിഞ്ഞാൽ ഇവർ വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് അവർ തന്നെയാണ്, വേറെ പൂജാരിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് വിവരം നാട് കാണാത്താൻ വരുന്ന് പറയും, അങ്ങ് അവിടെ ജാതി പറഞ്ഞടിക്കുന്നു, കൊല്ലുന്നു, തിന്നുന്നു. എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കള്ളത്തരം പറയുന്നത്? ഇവിടെ അമ്പലങ്ങളിലൊക്കെ ഇപ്പം ഞാൻ ഒരു മതത്തെയോ ഒരു ജാതിയോ താഴ്ത്തി പറയണമെന്നില്ല, പറഞ്ഞു. ഈ കാണുന്ന വയലുകൾ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. എല്ലാവരും അന്നന്നത്തേക്കുള്ള അന്നത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യണത്. അതിൽ മതവും ജാതിയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. ഇവിടെ എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുത്ത് സഹായിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ആരെന്ന് വെച്ചാൽ ഇവിടെ വിഗ്രഹാരാധന നടത്തുന്ന സ്ത്രീകളാണ്, 100% സ്ത്രീകളാണ്. അവർ വരുന്നു, അവർ കൊണ്ടുവരുന്ന പൂവും ജലവും വീത്തി ദൈവത്തിന് വിഗ്രഹം ആരാധിക്കുന്നു, സന്തോഷം നേടുന്നു. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ കാരണം വേറെ ഒന്നും കണ്ടല്ലോ ഗൈസ്. ഇവിടെ അയ്യപ്പനാരോ നേർച്ച കൊടുത്ത മുതലൊരു മോടിച്ചോണ്ട നാടാണ് നമ്മളെ കാരണം. എന്തിനാണ് അവനെ കാണുമ്പോൾ, തന്ത്രിയെ കാണുമ്പോൾ എണീറ്റിരിക്കണം, തന്ത്രിയെ കാണുമ്പോൾ കുനിഞ്ഞിരിക്കണം. അതേപോലെയാണ് തന്ത്രിയെ കാണുമ്പോൾ തന്ത്രിയുടെ വണ്ടിക്ക് എസ്കോട്ട്, മറ്റേ എസ്കോട്ട്, കൈയിട്ട് വാരാണ്. പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടി കൈയിട്ട് വാരണവനും അവിടെ VIP പാസ്. എന്തിനാണ് ഗൈസ്? എൻ്റെ അഭിപ്രായമാണ്. ഇന്നത്തെ ശിവരാത്രി പറയാൻ കാരണം ഈ മരത്തിൻ്റെ മുട്ടിയിരുന്നപ്പോൾ ബുദ്ധന് വന്ന പോലൊരു ബോധോദയം ഗോവർദ്ധനും വന്നു, അതായിരിക്കാം. എങ്കിലും സന്തോഷമാണ്. ഇന്നത്തെ വീഡിയോ ഇത്തിരി ബോറാണെങ്കിൽ എല്ലാവരും ഇത് കാണണം.